സൂപ്പർ എട്ടിലെ ആദ്യ മത്സരത്തിൽ തന്നെ ഇന്ത്യയോട് കണക്ക് തീർത്തു സൗത്ത് ആഫ്രിക്ക. 76 റൺസിന് ഇന്ത്യയെ തോൽപ്പിച്ചുകൊണ്ട് 2020 ലോകകപ്പിൻ്റെ സൂപ്പർ എട്ടിൽ പോയിന്റ് ടേബിളിൽ അക്കൗണ്ട് തുറക്കാനും പോർട്ടിസ് പടയ്ക്ക് കഴിഞ്ഞു. ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ കീഴ്പ്പെടുത്തിക്കൊണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ വിജയം. ടോസ് ഭാഗ്യം ലഭിച്ച പോർട്ടിസ് പട ആദ്യം ഇന്ത്യക്കെതിരെ ബാറ്റ് ചെയ്ത് 187 എന്ന സ്കോർ കണ്ടെത്തി. 3 വിക്കറ്റുമായി ജസ്പ്രീത് ബുംറയും 2 വിക്കറ്റുമായി അർഷദീപ് സിംഗും മികച്ച തുടക്കമിട്ടപ്പോൾ സൗത്ത് ആഫ്രിക്കയെ ചെറിയ സ്കോറിൽ കൂടാരം കയറുമെന്ന് തോന്നിച്ചു. എന്നാൽ സൗത്ത് ആഫ്രിക്കയുടെ മധ്യനിര ബാറ്റർമാരായിരുന്നു ബാറ്റിംഗ് തകർച്ചയെന്നും പോർട്ടിസിനെ മികച്ച സ്കോറിൽ എത്തിച്ചത്. 7 വിക്കറ്റ് മാത്രമാണ് സൗത്ത് ആഫ്രിക്ക നഷ്ടമാക്കിയത്. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് ഇഷാൻ കിഷൻ്റെ വിക്കറ്റ് ആദ്യം നഷ്ടമായത് വലിയ പ്രഹരമായി. ഇതോടെ സമ്മർദ്ദത്തിൽ വീണ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ശിവൻ ദുബെ മാത്രമാണ് ഫോം തുടർന്ന് കളിച്ചത്. ലോകകപ്പിൽ കളിച്ച കളിയിലെല്ലാം 0-ന് പുറത്തായ ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അക്കൗണ്ട് തുറന്നെങ്കിലും 15 റൺസിന് പുറത്തായി. 42 റൺസ് നേടിയ ശിവൻ ദുബെയെ ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ളവർ എല്ലാവരും ദക്ഷിണാഫ്രിക്കൻ ബൗളിങ്ങിന് മുമ്പിൽ വിക്കറ്റ് നൽകി മടങ്ങിയതോടെ ഇന്ത്യ 111 റൺസിന് പുറത്തായി. 7 പന്തുകൾ ബാക്കി വെച്ചാണ് പോർട്ടിസ് പട ഇന്ത്യയെ തോൽപ്പിച്ചത്. സൂപ്പർ എട്ടിലെ ആദ്യ മത്സരത്തിൽ പരാജയം ഇന്ത്യക്ക് സെമിഫൈനൽ പ്രവേശനം ബുദ്ധിമുട്ടിൽ ആക്കിയിരിക്കുകയാണ്. ഇനി ശേഷിക്കുന്ന 2 മത്സരങ്ങൾ വിജയിച്ചാൽ മാത്രമാണ് ഇന്ത്യക്ക് സെമി പ്രതീക്ഷയുള്ളൂ.